ഇന്ന് നമ്മൾ ബൈബാക്ക് ഓഫ് ഷെയർസിൻ്റെ പുതിയൊരു ടൈപ്പ് പ്രോബ്ലം നമുക്ക് വർക്കൗട്ട് ചെയ്യാം. സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ അസറ്റ്. ബൈബാക്ക് ചെയ്യുന്ന ടൈമിൽ കമ്പനിക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഫിനാൻസ് ഇല്ലെങ്കിൽ they can opt to sell the investment or assets for the purpose of the buyback. ഓക്കെ, അതിന് വേണ്ടിയിട്ട് കമ്പനിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ അസറ്റ് എത്രയാണോ എമൗണ്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് കുറച്ചും കൂടി വാല്യുബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അവർ സെയിൽ ചെയ്യുന്നു, ആ ഫണ്ട് യൂസ് ചെയ്തിട്ട് അവർക്ക് എന്ത് ചെയ്യാം, ബൈബാക്ക് പർപ്പസിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യാം. അതിൻ്റെ ജേണൽ എൻട്രി ആണ് ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ് ടു ദി ഇൻവെസ്റ്റ്മെൻറ്റ് അസറ്റ് അക്കൗണ്ട് ടു ദി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. അതിൽ ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ട വാല്യൂ എന്ന് പറയുന്നത് സെയിൽ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ അസറ്റ് അത് സെയിൽ ചെയ്തിട്ടുള്ള എമൗണ്ടാണ് റെക്കോർഡ് ചെയ്യേണ്ടത്, ഇത് ബാങ്ക് അക്കൗണ്ട്. ആൻഡ് നെക്സ്റ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, അതായത് ഡെബിറ്റ് ബാലൻസ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ലോസിൻ്റെ ഡെബിറ്റ് ബാലൻസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ലോസ് ആണ്, അതായത് സെയിൽ ചെയ്യുന്ന ടൈമിൽ കമ്പനിക്ക് വന്നിരിക്കുന്നത് ലോസ് ആണെങ്കിൽ ലോസ് ആയിട്ടാണ് അവിടെ റെക്കോർഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യാം. ഇനി അതിൻ്റെ ക്രെഡിറ്റ് എമൗണ്ട് കാണിക്കുന്നത് പ്രോഫിറ്റ് ആണ്. ഇൻ കേസ് അത് സെയിൽ ചെയ്തപ്പോൾ പ്രോഫിറ്റ് ആണെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ലോസിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യാം. ആൻഡ് ഫൈനലി ഇൻവെസ്റ്റ്മെൻറ്റ് അസറ്റ്, ആ അക്കൗണ്ടിൽ നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത് ബുക്ക് വാല്യൂ. ഓക്കെ, ആസ് പെർ ബാലൻസ് ഷീറ്റിലുള്ള ബുക്ക് വാല്യൂ എന്താണെങ്കിൽ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ എന്താണോ നമുക്ക് തന്നിരിക്കുന്ന ബുക്ക് വാല്യൂ അതാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. ഇതേപോലെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ചാപ്റ്റർ ഡിസ്കസ് ചെയ്തപ്പോൾ ഇതേപോലെ ആ കമ്പനിക്ക് റെഡീം ചെയ്യുന്ന ഫണ്ടില്ലാത്ത സിറ്റുവേഷനിൽ ഇതേപോലെ തന്നെ കമ്പനിയുടെ അസറ്റോ ഇൻവെസ്റ്റ്മെൻറ്റോ സെയിൽ ചെയ്യാം. അതേ സെയിം ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് ഇവിടെയും വരുന്നത്, സെയിം ജേണൽ എൻട്രി തന്നെയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ടൈപ്പ് പ്രോബ്ലം വരുമ്പോൾ നമുക്ക് എങ്ങനെ വർക്കൗട്ട് ചെയ്യാം നമുക്ക് നോക്കാം. എ പബ്ലിക് അൺലിസ്റ്റഡ് കമ്പനി പർച്ചേസ് ഇറ്റ്സ് 1 lakh equity shares of ₹10 each at a premium of ₹20 each on the account of the availability of the huge balances in the reserves and surplus. The premium payable on the buyback has been provided out of the securities premium reserve account. The general reserve has been used as a source for the buyback. The funds required were arranged by the selling investment for the 25,50,000 being the 50,000 more than the existing booking value. The bank balance available before the sale of investment was the 5,22,000. Record the transaction relating to the buyback in the books of the company in accordance with the provisions of the Secretary the Companies Act. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇക്വിറ്റി ഷെയർസ് ആണ് റെഡീം ചെയ്യുന്നത്, ബൈബാക്ക് ചെയ്യുന്നത്. 1 lakh ഷെയർസ് ആണ് ഉള്ളത്. ഒരു ഷെയറിൻ്റെ വാല്യൂ ₹10 ആണ്, ബട്ട് റെഡീം ചെയ്യുന്നത് അറ്റ് പ്രീമിയം ₹20. അപ്പോൾ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് 10 + 20 = 30ക്കാണ് അവരെന്ത് ചെയ്യുന്നത്, ബൈബാക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് റിസർവ് സർപ്ലസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്തിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ബൈബാക്ക് ചെയ്യുന്നത്. അതായത് ജനറൽ റിസർവ് യൂസ് ചെയ്തിട്ടാണ് ബൈബാക്കിനുള്ള ഫണ്ട് അവർ കാണുന്നത്. ഇനി ആ ഫണ്ട് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, കമ്പനിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സെയിൽ ചെയ്യുന്നുണ്ട്. അവർ സെയിൽ ചെയ്ത വാല്യൂ എന്ന് പറയുന്നത് 25,50,000 ആണ്. അതിൽ 50,000 more than the existing book value, that indicates the profit. ഓക്കെ, അതായത് ബുക്ക് വാല്യൂനേക്കാളും കൂടുതലായിട്ട് അവർക്ക് 50,000 കിട്ടിയിട്ടുണ്ട്. അത് അവർ ഇൻഡയറക്റ്റ് ആയിട്ടാണ് അത് പറഞ്ഞിരിക്കുന്നത്. അതായത് പ്രോഫിറ്റിൻ്റെ കാര്യം ഇൻഡയറക്റ്റ് ആണ് പറഞ്ഞത്, നമ്മളത് ക്യാച്ച് ചെയ്യണം എന്താണ് പറഞ്ഞിരിക്കണേ എന്നുള്ളത്. സോ 50,000 പ്രോഫിറ്റാണ്. അപ്പോൾ നമുക്ക് ഇതനുസരിച്ച് നമുക്ക് ജേണൽ എൻട്രീസ് ചെയ്ത് ഇത്രയൊക്കെയാണ് നമുക്ക് മെയിനായിട്ടുള്ള ഇൻഫോർമേഷൻ ആവശ്യമുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ബൈബാക്ക് ചെയ്യുന്നത് പ്രീമിയത്തിലാണ്. ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് 30 ആണ്. അതിൽ നോമിനൽ വാല്യൂ ₹10 ആൻഡ് പ്രീമിയം വാല്യൂ ₹20. ദെൻ ജനറൽ റിസർവ് യൂസ് ചെയ്തിട്ടാണ് അവർ ഇത് ചെയ്യുന്നത്, ബൈബാക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ ഒരു ഫണ്ട് അവൈലബിലിറ്റിക്ക് വേണ്ടി അവർ ഇൻവെസ്റ്റ്മെൻറ്റ് സെയിൽ ചെയ്യുന്നുണ്ട്. അത് ഇൻവെസ്റ്റ്മെൻറ്റ് സെയിൽ ചെയ്യുന്ന വാല്യൂ എത്രയാണ്, 25,50,000 ആണ്. അതുപോലെ തന്നെ 50,000 അവർക്ക് പ്രോഫിറ്റുമാണ്. അപ്പോൾ നമുക്കിതിൽ ബുക്ക് വാല്യൂ തന്നിട്ടുള്ള ബുക്ക് വാല്യൂ കണ്ടുപിടിക്കാം. അത് നമുക്ക് എൻട്രി എഴുതുന്ന സമയത്ത് അതിൻ്റെ ബാലൻസ് എത്രയാണെങ്കിൽ അത് നമുക്ക് ബുക്ക് വാല്യൂ ആയിട്ട് റെക്കോർഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ജേണൽ എൻട്രിയിലേക്ക് എഴുതാം. അപ്പോൾ ആദ്യം റെക്കോർഡ് ചെയ്യേണ്ടത് സെയിൽസ്. ഇത് ഇൻവെസ്റ്റ്മെൻറ്റ് സെയിൽ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് ആണ് റെക്കോർഡ് ചെയ്യേണ്ടത്. നമ്മൾ ആ റിഡംഷൻ ചാപ്റ്ററിൽ അങ്ങനെ തന്നെയായിരുന്നു. അതായത് ഇങ്ങനൊരു ടൈപ്പ് പ്രോബ്ലം വന്നപ്പോൾ സെയിൽ ചെയ്തിട്ടുള്ള വാല്യൂ, കാരണം അത് ഉപയോഗിച്ചിട്ടാണ് പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ബൈബാക്ക് ചെയ്യുന്നത്. ഓക്കെ,
അപ്പോൾ ആ ഫണ്ട് വന്നതായിട്ട് നമുക്ക് ആദ്യം കാണിക്കണം. The entries the bank account debit to the investment or asset to the statement of the profit and loss. അപ്പോൾ ഇതിൽ പ്രോഫിറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ലോസ് ക്രെഡിറ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ എന്താ റെക്കോർഡ് ചെയ്യേണ്ടത്? സെയിൽസ് പ്രൊസീഡ് ചെയ്തിട്ടുള്ള വാല്യൂ. സെയിൽസ് പ്രൊസീഡ് എത്രയായിരുന്നു? 25 lakh. 50,000 ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളത് റെക്കോർഡ് ചെയ്തു. ഇനി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ലോസ്, അതായത് പ്രോഫിറ്റ് ആയിട്ട് നമുക്ക് എത്രയാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്? 50,000. ഇനി നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ള, അതായത് ക്വസ്റ്റ്യനിൽ ഓൾമോസ്റ്റ് തരേണ്ടതാണ്, ബട്ട് നമുക്ക് പ്രോഫിറ്റ് തന്നിരിക്കുന്നത്. അപ്പോൾ അത് വെച്ച് നമ്മൾ ബുക്ക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. ഇറ്റ്സ് സിമ്പിൾ. അതായത് ജസ്റ്റ് 25,50,000 മൈനസ് ദ 50,000. കാരണം നമുക്കറിയാലോ ക്രെഡിറ്റ്, അതായത് നമുക്ക് എൻട്രി ചെയ്തുമ്പോൾ നമുക്കറിയാം ഡെബിറ്റും ക്രെഡിറ്റും ബാലൻസ് ആവണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? അതിൻ്റെ ആ ഒരു ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് അതിൻ്റെ എമൗണ്ട് കിട്ടും. അപ്പോൾ എത്രയാണ് വരുന്നത്? 25 lakh ആണ് നമ്മുടെ ബുക്ക് വാല്യൂ. അത് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ അസറ്റ് അക്കൗണ്ടിൽ കാണിക്കുന്നു. ഓക്കെ, ദ നരേഷൻ ഈസ് എ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഇതാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. സിമ്പിളാണ്. അതായത് ഇപ്പോൾ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് തരികയാണെങ്കിൽ നമ്മുടെ എൻട്രി നോക്കുക. അതിൽ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ അസറ്റ് ടു ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇനി അതല്ല, പ്രോഫിറ്റിന് പകരം ലോസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ലോസിന് ഡെബിറ്റ് ചെയ്യും. ഇത്രേ ഡിഫറൻസ് ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് എൻട്രി നമ്മൾ എഴുതി. ആൻഡ് നെക്സ്റ്റ് നമുക്ക് എന്താണ് എഴുതേണ്ടത്? ഇതിൽ ഇഷ്യൂ ചെയ്യുന്ന ഒന്നുമല്ല, ഇത് റിസർവ്, ഫ്രീ റിസർവ് യൂസ് ചെയ്തിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്? ബൈ ബാക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ആദ്യം നമുക്കിനി റെക്കോർഡ് ചെയ്യേണ്ടത് എന്തായിരിക്കണം? ആദ്യമല്ല, സെക്കൻഡായിട്ട് റെക്കോർഡ് ചെയ്യേണ്ടത് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത എൻട്രിയാണ് അല്ലേ? അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന എൻട്രി എന്താണ്? സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് ഇസ് ഓപ്പൺഡ് ഫോർ ദ ബൈ ബാക്ക് അല്ലേ? അപ്പോൾ അതിൻ്റെ എൻട്രി ദ ബൈ ബാക്ക് ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ദ ബാങ്ക് അക്കൗണ്ട്. അപ്പോൾ നമുക്ക് എമൗണ്ട് എത്ര വരുന്നത്? 1 lakh. നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത് 1 lakh ആണ്. അതിൻ്റെ നോമിനൽ വാല്യൂ 10 ആൻഡ് പ്രീമിയം 20. പ്രീമിയത്തിലാണിത് ബൈ ബാക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് രണ്ടും കൂടി ആഡ് ചെയ്തിട്ടാണ് ഇതിൽ കൊടുക്കേണ്ടത്, ബൈ ബാക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് കൊടുക്കേണ്ടത്. സോ എത്ര വരും? 30. സോ 1 lakh ഇൻറ്റു 30. അപ്പോഴാണ് നമുക്ക് ഫുൾ വാല്യൂ അവൈലബിൾ ആണ്. അപ്പോൾ 30 lakh നമ്മൾ റെക്കോർഡ് ചെയ്തു. ഇനി അടുത്ത എൻട്രി എന്ത് എഴുതണം? പേയ്മെൻറ്റ്, അതായത് ഷെയർ ഹോൾഡേഴ്സിന് പേയ്മെൻറ്റ്, എമൗണ്ട് പേയ്മെൻറ്റ് കൊടുത്തായി കാണിക്കണം. ദ എൻട്രി ഇസ് ഇക്വിറ്റി ഷെയർ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ദ ബൈ ബാക്ക് ബാങ്ക് അക്കൗണ്ട്. എത്ര എമൗണ്ട് തന്നെയാണ് വരുന്നത്? 30 lakh തന്നെ. ആൻഡ് നെക്സ്റ്റ് ക്യാൻസലേഷൻ എൻട്രി ആണ്. ഇത് ബൈ ബാക്ക് ചെയ്യുന്ന ക്യാൻസലേഷൻ എൻട്രി ഉണ്ട്. അപ്പോൾ ഇത് പ്രീമിയത്തിലാണ് ബൈ ബാക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എൻട്രിയാണ് എഴുതേണ്ടത്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് പ്രീമിയം പേയബിൾ ഓൺ ബൈ ബാക്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഇക്വിറ്റി ഷെയർ ബൈ ബാക്ക് അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ഇക്വിറ്റി ഷെയറിൽ നോമിനൽ വാല്യൂ എത്രയായിരുന്നു? 10. സോ 1 lakh ഇൻറ്റു 10 ചെയ്യുമ്പോൾ നമുക്ക് 10 lakh കിട്ടും. അപ്പോൾ അതിന് പ്രീമിയത്തിൽ എത്രയാണ് വരുന്നത്? 20 ആണ് അല്ലേ? സോ 20 പ്രീമിയത്തിൽ കൊടുക്കുക. അപ്പോൾ എത്ര വരുന്നുണ്ട്? 1 lakh ഇൻറ്റു 20. അപ്പോൾ 20 lakh. ആ രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? 30 lakh ടു ഇക്വിറ്റി ഷെയർ ബൈ ബാക്ക് അക്കൗണ്ടിലേക്ക് കാണിക്കുന്നു. അപ്പോൾ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് കാണിക്കുക, അത്രയേ ഉള്ളൂ. ആൻഡ് നെക്സ്റ്റ് നമുക്ക് എന്ത് വേണം? നോമിനൽ വാല്യൂ CRR അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ, അപ്പോൾ എത്രയാണ് നോമിനൽ വാല്യൂ വരുന്നത്? 1 lakh ഇൻറ്റു 10 അല്ലേ? എപ്പോഴും നിങ്ങൾക്ക് മനസ്സിൽ വയ്ക്കുക, CRR അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്യുന്നത് നോമിനൽ വാല്യൂ മീൻസ് നമ്മുടെ എത്രയാണോ ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുക അല്ലെങ്കിൽ ക്വസ്റ്റിൽ തന്നിരിക്കുന്ന വാല്യൂ എത്രയാണെന്ന് നോക്കുക. അതായത് പ്രീമിയോ ഡിസ്കൗണ്ട് ഒന്നും ഇൻക്ലൂഡ് ചെയ്യാത്ത വാല്യൂ, അതാണ് നോമിനൽ വാല്യൂ. ആക്ച്വൽ വാല്യൂ 10 ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? 1 lakh ഇൻറ്റു 10 lakh ആണ് വരുന്നത്. അത് ജനറൽ റിസർവ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ദ ജനറൽ റിസർവ് ഹാസ് ബീൻ യൂസ്ഡ് ആസ് എ സോഴ്സ് ഓഫ് ദ ബൈ ബാക്ക്. ഓക്കെ, ബൈ ബാക്ക് പർപ്പസിന് വേണ്ടിയിട്ട് ജനറൽ റിസർവ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട് കൺസിഡർ ചെയ്യേണ്ട. അപ്പോൾ നമുക്കത് പ്രീമിയത്തിലുള്ള എമൗണ്ട് സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട് യൂസ് ചെയ്യണം. സോ ജനറൽ റിസർവ് ആണ് ബൈ ബാക്ക് പർപ്പസിന് വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. ജനറൽ റിസർവ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. അതായത് നോമിനൽ വാല്യൂ CRR അക്കൗണ്ടിലേക്ക് നിങ്ങൾ നരേഷൻ എഴുതിക്കോളൂ. ഞാനതിൻ്റെ നരേഷൻ എഴുതിയിട്ടില്ല, അത് നിങ്ങൾ മറക്കരുത് നരേഷൻ എഴുതാനായിട്ട്. CRR അക്കൗണ്ടിലേക്ക് നോമിനൽ വാല്യൂ റെക്കോർഡ് ചെയ്യുന്നത് എത്ര? 10 lakh. ഇനി അടുത്ത് ലാസ്റ്റ് എൻട്രി എന്തായിരിക്കണം? പ്രീമിയത്തിലാണ് ഇത് ക്യാൻസൽ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ബൈ ബാക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എമൗണ്ട് സെറ്റ് ഓഫ് ചെയ്യണം. ഓക്കെ,
അപ്പോൾ അതിന് സെക്യൂരിറ്റീസ് ഫ്രീ റിസർവ് അക്കൗണ്ടാണ് എപ്പോഴും യൂസ് ചെയ്യേണ്ടത്. അതിൽ എമൗണ്ട് ഇല്ലാണ്ടാവുമ്പോഴാണ് നമ്മൾ ബാക്കിയുള്ള റിസർവുകൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ നമുക്ക് അതിനെ പ്രത്യേകിച്ച് എമൗണ്ട് സ്പെസിഫൈ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് അക്കൗണ്ട് എഴുതാം. സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട് ഡെബിറ്റ് ടു പ്രീമിയം പേബിൾ ഓൺ ബൈബാക്ക്. എത്രയാണ് നമുക്ക് പ്രീമിയം സെറ്റ് ഓഫ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എമൗണ്ട് എത്ര വരുന്നത്? 20 lakhs. സോ 20 lakh എഴുതാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനൊരു ടൈപ്പ് പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് എൻട്രി, അത് മറക്കരുത്, സെയിൽസിൻ്റെ എൻട്രി ആദ്യം റെക്കോർഡ് ചെയ്യണം. അത് കഴിഞ്ഞാൽ നമുക്ക് എന്താണോ തന്നിരിക്കുന്നത്, ഇപ്പോൾ ഇഷ്യൂ ചെയ്യുന്നതാണെങ്കിൽ ഇഷ്യൂ ചെയ്യുന്ന എൻട്രി കാണിക്കുക. അത് കഴിഞ്ഞ് സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ദെൻ ഷെയർ ഹോൾഡേഴ്സ് പേയ്മെൻറ്റ് കാണിക്കുക, ക്യാൻസലേഷൻ എൻട്രി, ഇനി നോമിനൽ വാല്യൂസ് ഉണ്ടെങ്കിൽ അത് CRR അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അതുപോലെ തന്നെ പ്രീമിയം എമൗണ്ട് ആണെങ്കിൽ, അതായത് പ്രീമിയത്തിലാണ് ബൈ ബാക്ക് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിൻ്റെ എൻട്രി ഉപയോഗിക്കും. അപ്പോൾ അതിൽ പ്രീമിയത്തിന് എമൗണ്ട് സെറ്റ് ഓഫ് ചെയ്യുന്നത് എപ്പോഴും ആദ്യം റെക്കോർഡ് ചെയ്യുന്നത് എപ്പോഴും സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട് ആണ്. നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. പിന്നെ അതേപോലെ തന്നെ എങ്ങനെയാണോ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് അതനുസരിച്ച് നമ്മൾ എല്ലാം റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് സിമ്പിൾ ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ്. ഓക്കെ. പിന്നെ അടുത്ത ഇതിൽ നമുക്ക് ഇതിനെക്കൂടി കുറച്ചും കൂടി ഡിബഞ്ചേഴ്സൊക്കെ വരുന്നുണ്ട്. ഡിബഞ്ചേഴ്സൊക്കെ ഉപയോഗിച്ച് ബൈ ബാക്ക് ചെയ്യുന്നതും അങ്ങനെയുള്ള ടൈപ്പ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 25% ആണ് എന്ത് വേണ്ടത്, ബൈ ബാക്ക് ചെയ്യാനായിട്ടുള്ള നമ്മുടെ കണ്ടീഷൻ അല്ലേ. 25% വരെ മാത്രമേ നമുക്ക് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ബൈ ബാക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ 2:1 ആണ്. അങ്ങനെ കുറച്ച് കണ്ടീഷൻസ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കിയിട്ടുള്ള അല്ലെങ്കിൽ ആ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ഒക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലൊക്കെ വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ ഇത് നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക, ക്ലിയർ അല്ലേ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ.